സംസ്ഥാനത്ത് അർദ്ധ അതിവേഗ പാതയായ RRTS പ്രായോഗികമല്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. RRTS പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി ആശയവിനിമയം നടന്നിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതി അത്ഭുതമുണ്ടാക്കിയെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. കേരയിൽ പദ്ധതി ഇല്ലാതാക്കിയത് താനാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ദുരുദ്ദേശപരമാണ്. CM പറയുന്നത് കേരയിൽ ഇല്ലാതാക്കിയത് ഞാനാണല്ലോ, അതും പറഞ്ഞ് ഇതായിട്ട് പറഞ്ഞു. ശ്രീധരനാണ് മുടക്കിയത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അതിവേഗ റെയിലിൽ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്ത പണിയുമായ ഒരു ദുരുദ്ദേശത്തെ കൊണ്ട് പറഞ്ഞു. അത് ശരിയല്ല. RRTS ഒരു ഹൈ സ്പീഡ് റെയിൽവേക്കുള്ള ഒരു അതിന് പകരം ചെയ്യാനുള്ള നടക്കാത്ത കാര്യം. ഇതിപ്പോൾ ഒരു സ്റ്റണ്ട് മര്യാദ വെച്ചിരിക്കുക, ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആൾക്കാർക്ക് ഉടനെ മനസ്സിലാവും. ലോക കേരള സഭയിലായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി ഇ ശ്രീധരനെ പരോക്ഷമായി വിമർശിച്ചത്. ഇ ശ്രീധരൻ, അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിൻ്റെ ടെക്നോക്രാറ്റ് രീതി മാത്രമല്ല, അധികാര കേന്ദ്രങ്ങളിൽ നല്ല ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരും എന്ന് അദ്ദേഹം അടക്കം പലരും പറഞ്ഞ കാര്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരാൾ വന്ന് പറഞ്ഞു, ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ കൊടുത്തിട്ടുണ്ട്, അവരത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഈ റെയിലിന് അദ്ദേഹം ഇടുന്ന പേര് അതിവേഗ റെയിൽ എന്നാണ്. നമ്മൾ വളരെ അധിക സ്പീഡല്ല നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ആവട്ടെ, ഏതായാലും ഞങ്ങൾ അംഗീകരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സിലേ അങ്ങനൊരു കാര്യം ഉള്ളതായിട്ടില്ല. അപ്പോൾ സംസാരിക്കുമ്പോൾ ഗൂഗിൾ കെ വേണുഗോപാൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് മലപ്പുറത്ത് നിന്നും വിവരങ്ങളുമായി. ഗൂഗിൾ, ഇ ശ്രീധരൻ ഇന്ന് പറഞ്ഞത് അദ്ദേഹം ഈ RRTSന്റെ അപ്രായോഗികത വിശദീകരിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നല്ലോ ഇന്ന് ഇ ശ്രീധരന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു പൊരുൾ? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും RRTS കേരളത്തിന് പ്രായോഗികമല്ല എന്ന് പറയുന്നു. RRTS എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു കോറിഡോറാണ്. അത് കേരളത്തിൽ പ്രായോഗികമല്ല. മാത്രമല്ല, ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 70 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും ആവറേജ് ആയിട്ട് വരിക. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഇത് അതിവേഗ റെയിലിന് ഗുണം ചെയ്യില്ല എന്നൊരു കാര്യമാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഈ അതിവേഗ റെയിൽ എന്ന് പറയുന്നത് 135 കിലോമീറ്റർ അതിവേഗ സ്പീഡിലും 200 കിലോമീറ്ററാണ് പരമാവധി വേഗത എന്ന രീതിയിലുമാണ് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ RRTS സംവിധാനം കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ ഗുണം ലഭിക്കില്ല എന്നാണ് പറയുന്നത്. പ്രായോഗിക കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല, ഈ പറയുന്ന RRTS എന്ന് പറയുന്ന പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നുള്ള ഒരു വിമർശനം കൂടി അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നു. മാത്രമല്ല, തന്റെ അതിവേഗ റെയിൽ പദ്ധതിയുമായി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരിന്റെ ഒരു സഹായമൊന്നും വേണ്ടിവരില്ല. ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ സഹായം വേണ്ടിവരിക. പക്ഷേ ആ ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഇവിടെ ആരായിരിക്കും ഉണ്ടാവുക? ഒരുപക്ഷെ ഭരണമാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള ഒരു വിമർശനം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. തന്നെ അനാവശ്യമായിട്ടാണ് വിമർശിക്കുന്നത്. താൻ ഇത്തരം പദ്ധതിയുമായി മുന്നോട്ടേക്ക് പോകുന്നത് സതുദ്ദേശപരമായിട്ടാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളൊക്കെ ദുരുദ്ദേശപരമാണ് എന്ന രീതിയിൽ വിമർശനം കൂടി അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുകയാണ്. കേരയിൽ പദ്ധതി നടക്കില്ല എന്ന് 10 മാസം മുമ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായതാണ് എന്നുകൂടി ഇ ശ്രീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നലെയായിരുന്നു ലോക കേരള സഭയിലാണ് മുഖ്യമന്ത്രി ഇ ശ്രീധരനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. അതിനുൾപ്പെടെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ഈ പറയുന്ന RRTS സംവിധാനങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ തന്റെ പദ്ധതിയുമായി ഇ ശ്രീധരൻ കൂടി മുന്നോട്ടേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നേരത്തെ നടത്തിയതാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ് ഈ അതിവേഗ റെയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെയിൽവേ എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരുമായി താൻ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഫെബ്രുവരി 2-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചത് അതേപടി നടക്കുമെന്ന് പറയുന്നു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാവുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തുമെന്ന് പറയുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി
സൃഷ്ടിക്കുക, അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ചകൾ നടത്താനായി ഫെബ്രുവരി 15 മുതൽ ജില്ലാ കേന്ദ്രങ്ങൾ ഓരോ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്താനുള്ള തീരുമാനം തന്റെ ഭാഗത്തുണ്ടാകും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഈ RRTS-മായി സംസ്ഥാന സർക്കാർ മുന്നോട്ടേക്ക് പോകുമ്പോൾ തന്നെ തന്റെ പദ്ധതി, അതായത് അതിവേഗ റെയിൽ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനോ ഈ ശ്രീധരൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.